ഇല്ലേ റെക്കോർഡാവുന്നേ റെക്കോർഡ് നിർത്തി ഇപ്പൊ ഇനി റെക്കോർഡാവുന്ന ആണോ മുമ്പേ ആകുന്നില്ലായിരുന്നു മാറ്റണം നമ്മളാ കുരുക്കഴിക്ക് പൊടിച്ച പരിപാടിയായിരുന്നു. മൂളലുണ്ട്. എന്നാ മൂന്നൊക്കെ വളയുണ്ട്. തലയിലെടുത്തോളം കുത്തി കെട്ടി അവിടെ വെച്ച് കണ്ട അതേ സ്വഭാവം. നമ്മളിപ്പോ കൊണ്ടുവന്നതിൽ ഇച്ചിരി ശൗര്യമുള്ളതാണ്. ഇത് നമ്മൾ പിടിച്ചിട്ടുള്ളതിനകത്ത് ഇച്ചിരി നെരുങ്ങാത്ത ഒരു അറ്റാക്കിംഗ് പവർ കൂടുതലാണ്. എനർജി കൂടുതലാണ്. ഇവനെങ്ങും പോറല മുറിവോ ഒന്നും പറ്റിയിട്ടില്ല. അത് അന്നേരം ഓടി കാട്ടിൽ നിന്ന് ഓടി കൊണ്ട് കയറിയത്. നല്ല മോശമാണ്. അങ്ങനെ കരുതി കിടന്നു. ഇതിന്റെ ഈ നാക്കിന്റെ അറ്റം രണ്ട് വെട്ടമായിട്ടാണ് അല്ലേ? ഒന്ന് വൈബ്രേഷൻ തിരിച്ചറിയാം. കല്ല് ഇല്ല, ആ കല്ലിന്റെ ഭാഗത്ത് അവിടെ ഒതുങ്ങും. ഒതുങ്ങൂല. ഇതെന്നറിയാം, പിന്നെ ഒരു രണ്ട് അങ്ങോട്ട് ആരും ഇങ്ങോട്ട് വരില്ല. ഇപ്പോഴും സ്ഥലത്തെ കയറുമല്ലേ, ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് ആ കല്ല് കല്ല് കല്ലുള്ളിടത്ത് നടക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ബാക്കിലോട്ട് നടക്കുമ്പോൾ കല്ല് ആരും ഇങ്ങോട്ട് വരല്ലേ. ഞാൻ എന്താ അറിയാമോ, എല്ലാവരും അടുത്ത് വരുമ്പോഴത്തേക്ക് അതിനെ എടുത്തോ. ടോസ് എടുക്കുന്നില്ലേ?
ഉണ്ടോ? ആ സൈഡിലൊരു മുറിവ് പോലെ അല്ലേ? പുതിയ പാടല്ലല്ലോ. അത് ഏറ് കിട്ടിയതാണോ അതോ പണ്ടെങ്ങനെ കുത്ത എറിയ എന്താ കിട്ടിയതാ? അതെങ്ങനെ കാട്ടി വെച്ച് ഇങ്ങനെ സംഭവിക്കുന്നത്? അനക്കം കണ്ടാന്നേലും ആൾക്കാരെല്ലാം എറിഞ്ഞു വിട്ടതായിരിക്കും. അത് കൊള്ളാം. അതെ. ഇല്ല. ആ പോച്ച അടക്കിട്ടുണ്ട്. ഇനി സുരേഷ് പിടിച്ചോ, ഒരാൾ വാ, ആരെങ്കിലും ഒരാൾ വാ, അതുകൊണ്ട് സാധനം എടുക്കുന്നു. എന്തോ പിടിക്കാം. ആ സാറ് തോർത്തായാലും ചാക്കണം. ചാക്ക് മതിയോ? നമുക്ക് അനക്കി സുരേഷ് പിടിച്ചോ. ഇനി എടുക്കേണ്ടവരെടുക്കാം. എന്റെ നേരത്തെ ഒന്ന് ആർക്കെങ്കിലും വാ. ഞാൻ പറയാൻ പോണെങ്കിൽ കിട്ടിയ എടുക്കുന്നുണ്ടല്ലേ? ഒന്ന് എത്തിക്കോട്ടെ. സൈഡ് പോയി സൈഡ് ബാക്കടിക്കണം. അവിടെ അനങ്ങല്ലേ, അവിടെ അനങ്ങല്ലേ.
നിങ്ങളെല്ലാവരും പാമ്പിൻ്റെ ഫ്രണ്ട് വരുമോ? എല്ലാവരും ഫ്രണ്ട് വരും. അനങ്ങണം, നന്നായിട്ട് അനങ്ങണം. സാർ നിങ്ങളെല്ലാം ഫ്രണ്ട് വരും, നടന്നു വരും. അല്ലേ വരുമല്ലേ സാർ? നമ്മൾ സാർ ഇല്ലല്ലേ? മുറിവുണ്ടോ എങ്കിലൊക്കെ? ഒന്നീ പൊള്ളലായിരിക്കുമല്ലോ സാർ. തീയേറിയ പൊള്ളലാണെന്ന് ചാൻസ്. പഴയ പൊള്ളൽ. മുറിവ് മേളിൽ സാറേ ഉണ്ടോ? പത്തിക്ക് താഴെ അകത്ത് പാടുന്നു ഉണ്ടോ? അകത്തുണ്ടല്ലോ. കിട്ടിയ സാറേ? കിട്ടിയ അമ്പിച്ചനെ കിട്ടിയ? കിട്ടിയ നാക്ക് അണങ്ങി എടുക്കണം. നാക്ക് എടുക്കണം എടുക്കുക. എൻ്റെ കയ്യിൽ ചൂടെടുക്കും. കിട്ടിയ? എല്ലാവരും പറഞ്ഞു നോക്കുക. എല്ലാവരും അത് അത്രയ്ക്ക് പേടിച്ചിരിക്കരുത്. എന്നിട്ട് പാടുകളുണ്ടല്ലേ? കിട്ടിയല്ലോ. എടുക്കട്ടെ. കിട്ടിയ? പിന്നെയാണ് പൊക്കി എടുക്കാൻ പോകണം. അത് ക്ലിയറായിട്ട് എടുക്കണം. പൊക്കി എടുക്കാൻ നമുക്ക് വെള്ളത്തിനെ വിടാം. എന്തിനാ വെള്ളത്തിനെ ഇങ്ങോട്ട് വിടും? അല്ലെങ്കിൽ ഇങ്ങോട്ട് കാട്ടിലോട്ട് നമുക്ക് കയറ്റി വിടാം. അല്ല ഇങ്ങേറ്റിട്ട് കൊടുക്കണം. എന്നാലും മതി. ഇതാകുമ്പോൾ നേരെ അങ്ങ് വരെയും ചെയ്യും. ഇങ്ങോട്ട് കയറ്റി വിടും. നല്ല കലാശാണ് കിട്ടി കളഞ്ഞിട്ട്. എങ്ങോട്ട്? ഇങ്ങനെയാണോ? അപ്പോൾ സാറേ ഇനി നിങ്ങൾ എല്ലാവരും പുറകിൽ നിന്നിരുന്നത്. എല്ലാവരും പുറകിൽ നിന്നിരുന്നത് ഓഫീസർമാർ മാത്രം. സാറേ ശരി സാറേ. 4 പേര് സാറേ ഒന്നിരിക്കണം സാർ. അങ്ങോട്ട് നോക്കണം. അയ്യോ അവര് ഇവിടെ നിൽക്കില്ല. സാറേ സാർ അപ്പുറത്ത് അതല്ല ഇങ്ങോട്ട് നോക്ക്. അവരെന്തിനാ നോക്കണേ? ഇങ്ങോട്ട് ഇങ്ങോട്ടേ ഇങ്ങോട്ടല്ലേ? നമ്മൾ ഇങ്ങോട്ടാണോ? ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ആ സാറേ എടുത്തോ. സാറേ ഇരിക്കും സാറേ. ഇരിക്കും സാറേ. 3 ഇരിക്കും സാറേ. ഞാൻ പറഞ്ഞു വിജയ് സാറേ ഒന്ന് പോ സാറേ. മകളെ നല്ലൊരു ഉണ്ട് ഇവിടെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ നിൽക്കല്ലേ? അവർ ഫുള്ള നമ്മളാണ്. കൊണ്ട് പോകണം. വടക്കുന്നില്ല തിരിച്ച് പോകാൻ വേണ്ടി പരിപാടിയില്ല. നല്ല 3 എടുത്തില്ല. ഫേസ്ബുക്കിൽ കയറി പോട്ടെ. തിരിച്ചോണ്ടി സാറേ. ഫേസ്ബുക്കിൽ ഇടണേ. തിരിച്ചോണ്ടി കിട്ടില്ലേ? പ്രവീൺ സാറില്ല. കിട്ടിയാ? അത് ഇരിക്കത്തില്ലേട്ടാ. ഓക്കെ സാറേ. ഇനി നിങ്ങൾ 4 പേര് എൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇതിനെ പോയി ഞാൻ വാരി എടുക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് എടുക്കട്ടെ. ഇനി ഇരിക്കത്തില്ല. മഴയും കൊണ്ട് നനഞ്ഞുകൊണ്ട് ഇരിക്കത്തില്ല. നടക്കരുത്. ഞാൻ ഉണ്ടല്ലോ. ഇവിടെ
എന്ത് സൗന്ദര്യം, അപാര സൗന്ദര്യം, സർപ്പ സൗന്ദര്യം ദൈവം സൃഷ്ടിയിൽ അറിഞ്ഞ് സർപ്പ സൗന്ദര്യം എന്ന് പറഞ്ഞ് വാക്കൊന്നേ ഉള്ളൂ. ഓക്കെ, കിട്ടിയാ? ഈ ഒരു ഫോട്ടോ എടുത്ത, ഈ ഒരു ഫോട്ടോ എടുത്തോ. കിട്ടിയാ? ഇനിയാണ് പറയുന്നത് നിങ്ങൾ അമ്പിച്ചേട്ടാ എല്ലാവരും വെറുതെ എല്ലാവരും ആശ എടുക്കണം. എല്ലാവരും ഇനി വന്നു ഇവിടെ എടുക്കാം. ആ കൈ കിട്ടത്തെ ഇപ്പം എടുത്തു, കോടയുണ്ട്. എല്ലാവരും ഇനി വന്നു അവിടെ ഫ്രണ്ട് ചെന്നിട്ടാണ് ആര് എടുക്കുന്നത്. ഇവിടെ നല്ല സ്ഥലത്ത് ഇവിടെ ആ ചാക്കൊക്കെ ഇത് വെച്ച് തോർത്തൊക്കെ മാറ്റി അതാത് മാറ്റി എടുത്ത് കളഞ്ഞാൽ മതി. അല്ലല്ല വിജയ് സാറിന്റെ തലയിൽ തുണിയിട്ടൊന്ന് പൊക്കാൻ പറ്റും സാർ, തുണിയിട്ട് നനക്കാൻ പറ്റും. അവിടെ കല്ലൊക്കെ എവിടെ നിന്ന് പൊക്കാൻ പാടാ? അവിടെ അവിടെ എടുത്താൽ മതി, അവിടെ തുണിയിട്ടൊന്ന് നനക്കും. അല്ല ഇങ്ങനെ ഫ്രണ്ടിലാണ് അവിടെ വരണം. തുണി പൊക്കെയാണ് ചൂട്. തുണി പൊങ്ങി കൊടുത്തത് സാറിന്റെ തലയ്ക്ക് മേളിൽ, സാറിന്റെ തലയ്ക്ക് മേളിൽ കെട്ടി വീശിയാലും മതി കേട്ടോ, പൊടിയാക്കി വീശിയാലും മതി. ഇവിടെ ഇല്ല കമ്പിലെ ആ കമ്പിൽ ചാക്കെടുത്തിട്ട് കോട പോകും. കമ്പിൽ ചാക്കെടുത്തില്ല നിങ്ങളുള്ള ഞാൻ ചാക്കെടുത്തിട്ടായിരുന്നു. അപ്പോൾ വെള്ള ചാക്കെടുത്ത് ഇതിനപ്പുറം കയറി ഒരാൾ മാത്രമേ, ബാക്കി എല്ലാവരും പുറകോട്ട്. ഒരാൾ മാത്രമല്ലേ അമ്മയാണോ പുറകോട്ടില്ല. കമ്പി സുരേഷിന്റെ പുറകെ പോയി. എല്ലാം കോട വന്നതിന് ഇപ്പോൾ എടുക്കണം സാറേ. ചാക്ക് കുറച്ച് പൊങ്ങി കഴിയുമ്പോൾ കുറച്ച് മാറ്റിക്കണം കേട്ടോ സാറേ, പെട്ടെന്നേ. 10 എടുത്തു കഴിഞ്ഞാൽ സാറങ്ങ് മാറ്റിയത്. സാറ് ഇങ്ങോട്ട് ചെറുതായിട്ട് തിരി, സാറ് ഇങ്ങോട്ട് അനക്കിത്തിരി, സാറ് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടോ ഇങ്ങോട്ട് കിട്ടിട്ട് സാറേ. അങ്ങനെ സാറിന് അങ്ങനെ അനക്കി അമ്പേണന്റെ പുറകെ പിടിഞ്ഞു സാറേ. തോർത്ത് കിട്ടണം, തോർത്ത് കിട്ടാം. വെള്ളം കണ്ട് പൊങ്ങും. കയ്യിൽ ടൈപ്പല്ല. എനിക്ക് ട്രെയിൻ കിട്ടത്തില്ല, അമ്പേണ ഇഞ്ഞ വേണം. അത് ഇങ്ങോട്ട് ഇപ്പുറത്ത് ഇടത്തോട്ട് പോവാ. ഇപ്പൊ കറക്റ്റ് സൈഡിൽ പിടിച്ചാൽ ചാക്ക് വരില്ല. ചാക്ക് കാത്തോടി കറങ്ങാൻ പറ്റിയ കറങ്ങണേ. അല്ലെങ്കിൽ ചാക്കാനായിട്ട് ചുമ്മാ കണക്കാൻ അങ്ങോട്ട് ഞങ്ങൾ എപ്പോഴും തോന്നില്ലേ എഴുതിക്കാൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. അങ്ങോട്ട് അനങ്ങുവേ പാമ്പ് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും. മേളിലോട്ടുണ്ട് അങ്ങനത്തെ കറക്കല്ലേ, മേളിലോട്ടുണ്ട് കറക്കി അങ്ങോട്ട് പൊങ്ങി അങ്ങനെ അവിടെ
എടുത്തോ എടുത്തോ ഇതാണ് എടുത്തോ സുരേഷ് അങ്ങോട്ട് വരിക ചാക്കിട്ടിട്ടുണ്ടാകാം ചാക്കിട്ട് അനേക്കൂടി എൻ്റെ മൂക്കി തട്ടി ചാക്കി ഒന്ന് തട്ടിക്കൂടും മൂക്കി തട്ടിയിട്ട് മേലോട്ടുണ്ടോ തട്ടി താഴെയും തട്ടി മേലോട്ടുണ്ടോ ശരിയാ പിന്നെ ഫ്രണ്ടൊക്കെ വളരെ കറങ്ങാൻ പറ്റുമോ കറങ്ങി വരാണേ ഒരു സെക്കൻഡ് ലിസ്റ്റ് പുറകോടുന്നില്ല എങ്കിലും ഉദ്ദേശിക്കുന്ന ഒരു ഫ്രെയിം കിട്ടത്തുള്ളൂ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എല്ലാവർക്കും പുറകോടുന്നില്ല നിൽക്കാം അണ്ണാ ഇനി ആ ചാക്കങ്ങ് മാറ്റി ശരിടാ ശരിക്കും മറ്റുള്ള ഇല്ല ഈ നടുവശം മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ സുരേഷ് ആ ഉണ്ട് ഒരുപാട് പൊക്കാൻ നിൽക്കണ്ട കേട്ടോ ആ കൈ വലിഞ്ഞ് നിന്നിട്ട് ഒരു കറക്കം ആ വാലിൻ്റെ അവിടെ മുറിഞ്ഞിട്ടുണ്ട് ആണോ പിന്നെ പ്രവീൺ സാർ സൗണ്ട് ഉണ്ടാകുന്ന സൗണ്ട് കേട്ടില്ലായിരുന്നു ഒന്നാണെങ്കിൽ എനിക്ക് ഇന്നലെ വരാൻ പറ്റുമോ എനിക്കില്ല എൻ്റെ കാലിന് ചൂടാണോ തിരിച്ചറിയണം ആണോ ഇത് വീഡിയോ എടുക്കണോ ഇത് വീഡിയോ എടുക്കണം ക്യാമറ ഞാൻ പറഞ്ഞു തരാൻ പാടും കൈ ഉയർത്തുമ്പോൾ തല ഉയർത്തുന്നില്ല ഉയർത്തുന്നില്ല ഒരാളൊന്ന് അനക്കി നോക്ക് സാറേ ആ വേണ്ട ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി അല്ലേ സുരേഷ് ചേട്ടാ അങ്ങോട്ട് ആ മതിയണ്ണ അണ്ണ എല്ലാം ചിലപ്പോൾ ചാക്ക് കയറുമത് ഓ ചകം ചാക്ക് ഓക്കെ ആണോ അതെ അന്ന് നമ്മൾ മീനുകാരൻ പറഞ്ഞതേ ബസ്സിന് പോകേണ്ടിയാണ് ഞങ്ങൾ ഞാൻ ബസ്സിന് ഓടി പോകണം അന്ന് കണ്ട ആള് പറഞ്ഞു ഞാൻ എടുക്കണം ബസ്സിന് ഓടി പോകണം അവിടെ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്ത് കാട്ടിനകത്ത് ഇത് മനം പണ്ടാരോ ചേട്ടുണ്ട് പക്ഷേ ആ വരവ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് പണ്ടാരത്തിൻ്റെ എല്ലാ ഭാവവും ഉണ്ട് എത്ര ഒന്ന് എടുത്തോളാം പുള്ളിക്ക് ഇനി അത് കഴിഞ്ഞിട്ട് പോകുന്നോളാം എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് അനേക്ക് ഒരാൾ അനേക്ക് ഇവിടെ നിന്നോട്ട് അനേക്ക് അങ്ങനെ ഇവിടെ നിന്നോട്ട് അനേക്ക് ഇതിപ്പോ മെയിൻ വീഡിയോ എടുക്കുന്ന ആരാ മെയിൻ വീഡിയോഗ്രാഫർ ആരാ എന്ത് മനോജ് സാറാ ഏറ്റവും എടുക്കാൻ പുള്ളി ഇതിനെക്കുറിച്ച് വെളിയിൽ പോയി പഠിച്ചാളാ ഇംഗ്ലണ്ടിൽ പോയി ഇതിന്റെ PhD MHD ഒരെണ്ണം കൂടെ ഉണ്ട്
ഒരു പേപ്പർ കിട്ടിയില്ലെന്നുള്ളത്. എന്തുകൂടാ ഇവരിക്കാൻ കൊടുക്കാറുണ്ടോ? വില തരാം അവിടെ കുറച്ച് നാളെ. പാസ് കിട്ടാം, പാസ് പാസില്ലാതെ സാധനം കൊണ്ട് പോകുന്നു. കാട്ടിക്കറി സാധനം എടുക്കാൻ പാസുണ്ട്. റേഞ്ച് നീ ഇവിടെ എടുക്കാൻ റേഞ്ച് നീ കൂട്ടിരിക്ക റേഞ്ച് സാധനം എടുക്കാൻ കൊടുമുടിയിലുള്ള ആളല്ല. നിന്നെ കൊടുമുടി കണ്ടിട്ടുണ്ടല്ലോ. നിന്നെ കൊടുമുടി കണ്ടിട്ടില്ല. ഞാൻ ഫോട്ടോ വന്നിട്ട് പാസ് വേണോടാ കാട്ടിക്കറിനെങ്കിൽ. പാസില്ലാത്തതുണ്ടാകുന്നെങ്കിൽ സുരേഷ് കുറച്ച് സാധനം പൈസ വരാമെന്നല്ലേടാ പറഞ്ഞ കാശുണ്ടടാ. സാധനം കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടി പിന്നെ എവിടെ പോയിട്ട് ആ പാസ് നീ വെള്ളത്തിൽ പറയരുത്. നീ വെള്ളത്തിൽ പറയരുത്. കൊണ്ടോണോ? കണ്ടിട്ടില്ല. നിങ്ങൾ കള്ളം കഞ്ചാവ് വൃത്തിക്കേണ്ടി വന്നു. അങ്ങനെ കാണുമ്പോൾ മോശം നോക്കി അറിയാം. ഇവിടെ കിടക്കണേ വേറെ ആളുകൾ. പൈസ കിട്ടിയാ പോരാ. കയ്യിലില്ലോടോ? മലയാളത്തിലല്ലേ പറഞ്ഞു ഇത്ര നേരം. പിന്നെ ഇതിനോട് വേറെ ഒന്നും ചുമ്മാ ചോദിക്കാൻ നിനക്ക് ഞാൻ വന്ന് കഞ്ഞി വെച്ചായിരുന്നോ? പിന്നെന്താ വിളിക്കുന്ന ആ മരക്കുറ്റിയിൽ ഒഴിച്ചിട്ട് എന്തിനാണ് ഇതിൽ പോയി എന്നിട്ട് നമുക്ക് അതാണ് മേളിൽ തലയിരിക്കുന്നു. താഴെ കയറ്റു അത് മേലോട്ട് കയറി അതെന്നാ മറ്റേ കുറ്റി കയറി. അങ്ങനെ മൂല്യർ കൊടുത്താൽ ഒക്കത്തില്ല. അത് ഇപ്പം തന്നെ വിജയമാണ്. ഇതിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം. നീ നേരെയുള്ള ആളാണെങ്കിൽ കൂടെ വേറെ ആരുണ്ട്?
എങ്ങോട്ട് വിടാന്ന് സാറേ? ഇങ്ങോട്ടേക്കില്ല, പോകില്ല. അതിനകത്ത് ചുറ്റാൻ പറ്റും. ചുറ്റാൻ തട്ടല്ലേ? ഇനി പെട്ടെന്ന് ചുറ്റി. അല്ല മൊത്തത്തിൽ അവന് വാൽ ഉൾപ്പെടെ ചുറ്റി. നോക്കണേ, ഇവിടെ നീളം കൂടിപ്പോയി. ഇനി അനക്കി ഇങ്ങോട്ട് വരണം. ഇതാണ് കറക്റ്റ്. എടുത്തോ സുരേഷ്, എടുത്തോ, ഒന്നുകൂടെ എടുത്തോ. അവരെ കയ്യിലെ കെട്ടോ. നല്ലൊരു പോസ് അവിടെ ഇരിക്കട്ടെ. അവിടെ മാറി മാറി സുരേഷ്, ഫ്രണ്ടിലോട്ട്. അനീക്ക് നിങ്ങൾ അനീ കിട്ടിയ അതിലേക്ക് ചെന്നു. രാവിലെ നിന്ന് ഞാൻ പഞ്ചാരവണ്ടിയിൽ വരും സാറേ. കൃഷ്ണങ്ങാട് കിടക്കുന്നില്ല, അവിടുന്ന് വരുമോ? ഇത്രേ വേണതുള്ളൂ. ഇനി ഇവിടുന്ന് ഞാൻ തമിഴ് രവി വേണം. സാറ് സപ്പോർട്ട് അടുത്ത് നിന്നില്ല, ഫോട്ടോ എടുക്കും. സുരേഷ് മാറി നിന്നത്. ആ സാറ് ഇങ്ങോട്ട് നിൽക്കും. സാറിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. എടുത്തോ. സാറിൻ്റെ ഒരു ഫോട്ടോ. അത് ഒരു കിലോ അരിക്ക് 100 രൂപ വെച്ചാണ്. നല്ല പോസാണ് അവിടെ നിൽക്കുക. അവര് നിങ്ങളെ പഞ്ചാരവണ്ടി നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസ് കൊണ്ട് നമ്മളന്ന് പോയത് അവിടുന്ന് വരുമോ? അവിടുന്ന് അവിടുന്ന് മേടിച്ചാൽ കിട്ടിയ ലഞ്ച് മാറ്റിയാ? ഇനി ഇരിക്കാൻ ചാൻസസ് ഇല്ലേ? പെട്ടെന്നോ 2 മണിക്കൂർ കൂടുതലായില്ലേ? എനിക്ക് അല്ലെങ്കിലേ ഒത്തിരി നടക്കണം. എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ, അത് നേരെ കടിച്ചത് ഞാൻ അതപ്പോ എനിക്ക് വശമുള്ളതുകൊണ്ട് എനിക്കിത് പറ്റും. കഴിഞ്ഞോ? കണ്ടിട്ടാ നന്നായിട്ടല്ലേ ഫോട്ടോ. ശരി നല്ല ഫോട്ടോ. ഇത്ര സാധനമോ? ഇത് തന്നെ അല്ല ഇതാണ് കേട്ടോ. ഞാൻ അവിടുന്ന് നടക്കാൻ വഴിയാണ്. ഞാനിവിടെ നിൽക്കണം കേട്ടോ. അടിപൊളിയായിട്ട് നിർത്തണേ. എന്നിട്ട് ഫേസ്ബുക്ക് ഇല്ല. ഫോട്ടോ അയച്ചു വിജയ് സാറിന്റെ അടുത്ത്. കിട്ടിയോ? കിട്ടിയോ? അച്ഛൻ സാർ മറിക്കോ? അടുത്താളവാ. എടുത്തെടുത്തോ ചേട്ടാ. സൂപ്പർ ഫോട്ടോ ആയിരിക്കും. സാർ ഇങ്ങോട്ട് ക്യാമറ അവന്റെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ജീപ്പിൽ കൊണ്ടുപോവാം.
അടുത്ത ഓക്കെ അടുത്ത പരിപാടി എടുത്തോ ഫോട്ടോ എടുത്തോ മാറ്റി സാറ് കയറിയില്ലേ കിട്ടുന്നുണ്ടോ മാറണ്ട എന്നാ ഇത് പിടിച്ചോ ഞാൻ കൂടി നിന്നോട്ട് അവന്റെ ഉണ്ടെന്ന് സാധനം ഉണ്ടെന്നുള്ള എനിക്കറിയാമല്ലോ. ഉണ്ടോ? കിട്ടിയ സുരേഷേട്ടാ കിട്ടിയ ഹേയ് ഇങ്ങോട്ട് അമ്പി വരുമ്പോ എന്തൊരു അമ്പിയുടെ മനസ്സ് ശരിയല്ല കേട്ടോ. കൈ ഘടിപ്പിച്ചില്ല ഇല്ലല്ലേ? മറിക്ക കിട്ടിയില്ലേ? അല്ല ഇത് ഈ മൊബൈലെ കൂടെ എടുക്കട്ടെ. ഏയ് ഇങ്ങോട്ട് സാർ വന്നോ? അല്ല സാർ വന്നോ? ധൈര്യം എടുക്കല്ലേ സാറേ? സാറിൻ്റെ ഒക്കെ ഒരുപാടുണ്ട്. എന്നെ സാറിൻ്റെ അത് സുരേഷ് ഫോട്ടോ എടുത്തില്ലേ? അതെല്ലാം പോലെ എല്ലാം ഇവിടെ ഉണ്ട്. അതിന്റെ കാലിൽ ചൂടടിക്കണം. അവനെ കവല പിടിച്ച് കിട്ടുന്നേ അങ്ങോട്ട് പറഞ്ഞേ. എടാ നീ പഠിക്കത്തില്ല, നിന്റെ കയ്യിലെ കെട്ട് ഞങ്ങൾ കൊണ്ടുപോകും സാറേ. എന്ത് എടാ കാട്ടിനകത്ത് കയറാൻ നിനക്ക് പാസ്സുണ്ടാ? പാസ് പഞ്ചാര വണ്ടി വെച്ചിക്കണ? നീ ഇവിടെ പഞ്ചാര വണ്ടി നീ പഞ്ചാര വണ്ടി നിന്നാ മതി. സമയമൊന്നും ആയില്ല, 10:30 മരത്തിന്റെ കറയാ ഇതൊരു 2 മാസം എടുക്കും. ആ സീസൺ സമയത്താ പുറത്തു വരണം. വെള്ളപ്പയിലില്ലേ? പൈൻ ആ മരത്തിലുള്ള ആഹാരം കഴിക്കാം. മണമുണ്ട്, ഇത് പോക്കിയാൽ പറ്റും, കുത്തിരിക്കാം. വൈകിട്ട് നമ്മൾ പോയിട്ടില്ല അമ്പലത്തിലൊക്കെ ഇത് മൂവി എടുക്കാൻ പറഞ്ഞതേ എനിക്ക് ഫാമിലി ചുമ്മാ ചെന്നില്ല. ഞാൻ നിൽക്കുന്ന മൂവിയാണ് എടുക്കാൻ പറഞ്ഞത്. എടുത്തിട്ട് രണ്ടുപേരും കൂടെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോകും. കൊടുപിടിക്കാരൻ വന്നപ്പോ അശോ അടുത്ത് കൂടി അറിയാമോ? എനിക്ക് എന്റെ ബാറ്റും കൂടെ നിക്കരുതാ. 500 രൂപ കിട്ടിയില്ലേ? മതിയല്ലോ. അവൻ തന്നാലും അവൻ പൈസ വാങ്ങിക്കത്തില്ല. ഇനി പൈസ കൊടുത്താലും വാങ്ങത്തില്ല. പൈസ എടുപ്പട്ടെ പൈസ. ഇച്ചിരി ഐറ്റം ഉണ്ട് വേണോ? ഇവരുടെ ഷെഡ് ഒന്ന് പരിശോധിക്കണേ. അതിനാ ഷെഡ് നോക്ക് പരിശോധിക്കണം. 1 കിലോ ഉള്ളു. കിലോ മുഴുവൻ അപ്പൊ കൊടുമുടിക്കാരനാന്ന് പറയുന്നത് ഭയങ്കര കള്ളവോ കേട്ടോ.
ചിറ്റാറ് ഉണ്ടായിരുന്നു, അതെനിക്കറിയായിരുന്നു. ഞാൻ നേരത്തെ കുറച്ച് പണിക്ക് ഇവിടെ ശ്രീരാമ സാറിൻ്റെ കൂടെ ഞാനല്ലേ പണിക്ക് ഇവിടെ പിന്നെ അങ്ങ് വാനത്തോട്ടില്ലേ വരോനിയൊക്കെ സാർ അവൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യും സാർ. ഞാൻ അങ്ങനെ മേളില്ല സുഖനെ അറിയത്തില്ല, സുഖൻ്റെ ചേട്ടനെ അതെ സുരാട് ആ സുഖൻ്റെ ചേട്ടനെ സ്വന്തമായിട്ട് ഓക്കെ. നീ എല്ലാവർക്കും വീഡിയോ കൊടുത്തോ, കഞ്ചാവ് കൊടുത്തോ, എന്നാലും മയങ്ങി ഇവിടെ കിടക്കട്ടെ. ഓ ഇല്ലില്ല, അവരപ്പോ അവിടെ ഉണ്ടല്ലോ. ഇവിടുന്ന് പറിച്ചെടുത്തോണ്ട് വരുന്നത് അതൊരു കഞ്ചാവ് ഓ ഞാനത് വല്ലപ്പോഴും പോവല്ലേ? അവന് പട്ട് പിടിക്കും. നീ പറയുന്ന സേവ് ചെയ്തു. 41 മിനിറ്റ് കമ്പ് വളയ്ക്കുന്നവരങ്ങ് വളയ്ക്കണോ? നീ ഒരു ദിവസം ഇടിച്ചു കയറണം. മറ്റേ ഇവനാ മറ്റേ ഇല്ല റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്തില്ലേ? ഇവനാത് ഇവന്റെ സൗണ്ടാ. ഫോൺ റെക്കോർഡ് ചെയ്ത് ഫോൺ റെക്കോർഡ് ചെയ്യുന്ന സാർ അങ്ങോട്ട് മാറിയുന്നു വലിയ ഇവന്റെ അതേ സൗണ്ട് ഇവൻ തന്നെ അത് എന്താ വരട്ടെ. ഇവൻ തന്നെ അതിന് യാതൊരു അർത്ഥമില്ല, ഇവൻ അവിടെ തന്നെ ഉള്ള കോൺക്രീറ്റ് കമ്പി വളയ്ക്കുന്ന ഒരു സാധനമില്ലേ, അതും കൊണ്ട് പോകണം വളയ്ക്കാൻ. എല്ലാം ഒന്നിനൊന്നും വെച്ചൊന്നും തമിഴ് വന്നാലും മഴ